മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. അടുത്ത കാലത്ത് വ്യക്തിപരമായ ആവശ്യത്തിന് ചെന്നൈയിൽ പോയിരുന്നു. ഇപ്പം കഴിഞ്ഞ 10-15 വർഷമായിട്ട് എനിക്ക് അമേരിക്കൻ വിസയുണ്ട്. അമേരിക്കൻ വിസ കഴിഞ്ഞ ഒക്ടോബറിൽ എക്സ്പയറായി. അതൊന്ന് റിന്യൂ ചെയ്യണം. കേരള ട്രാവൽസിലെ ആരാധ്യനായ വിജയകുമാർ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു. അത്ര പെർഫെക്റ്റും സിമ്പിളുമായിട്ട് കേരള ട്രാവൽസുകാർ അത് ചെയ്തു. ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി ചെയ്തു എല്ലാ കാര്യങ്ങളും. 4-ാം തീയതി ചെന്നൈയിലെ അമേരിക്കയിലെ വിസ ഏജൻസിയുടെ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു. ഈ മാസം 4-ാം തീയതി 1 മണിക്ക്. പണ്ട് അമേരിക്കൻ വിസയ്ക്ക് പോകുമ്പോഴത്തേക്കും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ മണിക്കൂറുകളോളം ക്യൂ നിന്ന് തനി അടിമകളെ പോലെ നമ്മളോട് പെരുമാറുന്നതും, അതെല്ലാം നിന്ന് അവസാനം വിസ കിട്ടുമ്പോൾ തൻ്റെ മക്കളെ കാണാനോ ഭർത്താവിൻ്റെ കൂട്ടത്തിൽ പോകാനോ ഭാര്യയെ കാണാനോ ഒക്കെ അവിടേക്ക് പോകുന്നവരുടെ മുഖത്തുള്ള അടിമയുടെ സന്തോഷം പോലെയുള്ള സന്തോഷവുമെല്ലാം കാണാൻ വിധിയുണ്ടാവുകയുണ്ടായി. ഇപ്രാവശ്യം ഞാൻ അവിടെ പോയി. 1 മണിക്കാണ് അപ്പോയിൻമെൻ്റ് എങ്കിലും കുറച്ച് നേരത്തെ പോയി. 12:20 ഉച്ചയ്ക്ക് അവിടെ എത്തി. നേരെ അകത്തേക്ക് പോയിക്കോളാൻ പറഞ്ഞു. 1 മിനിറ്റ് കൊണ്ട് അകത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 12:20 കയറി. 12:30 സർവ്വതും കഴിഞ്ഞ് ബയോമെട്രിക്സും എടുത്ത് കറക്റ്റായിട്ട് എല്ലാം കഴിഞ്ഞ് 12:30 പുറത്തേക്ക് ഇറങ്ങി. 10 മിനിറ്റ് അമേരിക്കൻ വിസ റിന്യൂ ചെയ്യാനായിട്ട്. ശരിക്കും 10 മിനിറ്റ് എടുക്കില്ലായിരുന്നു. ലിഫ്റ്റാണ് എന്ന് വിചാരിച്ച ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടിരുന്നു. എന്താണ് ലിഫ്റ്റ് വരാത്തത് എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് മനസ്സിലായത് അത് ലിഫ്റ്റ് ആയിരുന്നില്ല, ഡോറായിരുന്നു. വെറുതെ തള്ളി തുറന്നാൽ മതിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂട്ടത്തിലുള്ളവർക്ക്. അവിടെ 2 മിനിറ്റ് പോയില്ലായിരുന്നെങ്കിൽ 8 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് പുറത്തേക്ക് വരാൻ സാധിക്കുമായിരുന്നു. ഒരവഹേളനോ ഇല്ല, ഒരപകർഷതയില്ല, അടിമയുടെ ഡീലിങ്ങിൻ്റെ ഭാവമില്ല. 4-ാം തീയതി കഴിഞ്ഞ് ഞാൻ 7-ാം തീയതി ഉച്ചയ്ക്കുള്ള ഫ്ലൈറ്റിൽ ചെന്നൈയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ എനിക്ക് ഇൻഫർമേഷൻ ബ്ലൂ ഡാർട്ടിൽ നിന്ന് കിട്ടി. നിങ്ങളുടെ വിസ വന്നിട്ടുണ്ട്. നിങ്ങളുടെ പാസ്പോർട്ട് തിരുവനന്തപുരത്തെ സ്റ്റാച്യുവിൻ്റെ അടുത്തുള്ള നിങ്ങളുടെ ഓഫീസിൽ വന്ന് കളക്ട് ചെയ്യാം. 3 ദിവസം. 4-ാം തീയതി ഇൻ്റർവ്യൂ കഴിഞ്ഞ് 5, 6, 7-ാം തീയതി രാവിലെ എനിക്ക് കിട്ടി. ഇതൊരു വലിയ കാര്യമായിട്ട് ഞാൻ പറഞ്ഞതല്ല. ഒരു രാഷ്ട്രത്തിൻ്റെ തലപ്പത്ത് മുതൽക്ക് ചുവടറ്റം വരെ അടിമുടി ഭാരതം മാറുമ്പോൾ ഭാരതീയരോട് ലോകത്തിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്ന അമേരിക്ക, ലോകത്തിൻ്റെ രാജാക്കന്മാരാണെന്ന് പറയുന്ന അമേരിക്കയിലെ ഭരണാധികാരികൾ എത്ര നല്ല രീതിയിലായി ഇപ്പം നമ്മളോട് പെരുമാറുകയും നമ്മളോട് ഓരോ കാര്യങ്ങൾക്കും ഡീൽ ചെയ്യുകയും ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊന്നും മനസ്സിലാക്കാൻ സാധിച്ചാൽ മണിക്കൂറുകളോളം പട്ടികളെ പോലെ വെയിലത്തും മഴയത്തും ക്യൂ നിന്ന് അമേരിക്കൻ വിസയ്ക്ക് വേണ്ടി കെഞ്ചിയിരുന്നവർക്ക് ശരിക്കും 8 മിനിറ്റ് കൊണ്ട് അതിൻ്റെ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരാൻ സാധിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ നാട് മാറിയിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റ് ഭരണാധികാരി മാറിയതാണ്. ആരംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ആത്മാഭിമാനമുള്ള ഭരണാധികാരികളും ആത്മാഭിമാനമുള്ളവരുടെ ഭരണവും ആത്മാഭിമാനമുണ്ടെന്ന് അറിയിക്കാനുള്ള കപ്പാസിറ്റിയും ലോക ജനതയെ കൈകാര്യം ചെയ്യാൻ ചായക്കടക്കാരന് കിട്ടിയ ഈശ്വരാനുഗ്രഹവും അതിന് പറ്റിയ രീതിയിലുള്ള സഹപ്രവർത്തകരും അലിഗേഷനും തിന്മകളും അറിയാതെ റെഡ് കാർപ്പറ്റാക്കി മാറ്റിയ ഒരു ഭരണകൂടം. ഈ രാഷ്ട്രം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 65 വർഷം വരെ അപകർഷതയുടെയും കൈയിട്ട് വാരലിൻ്റെയും കൈക്കൂലിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും തിന്മയുടെയും മാത്രം ഒരു കുടുംബ ഭരണത്തെ അടിച്ച് തകർത്ത് ഒഴിപ്പിച്ച് പുണ്യാഹം തെളിച്ച് പുതിയൊരു ഭരണം, ഒരു സന്യാസിയുടെ പോലെയുള്ള ജീവിതത്തിലെ ഭരണം ഈ രാഷ്ട്രത്തിൽ വന്നപ്പോൾ 1000 ദിവസം പോലും തികഞ്ഞിട്ടില്ല.
ഏതാണ്ട് ഒന്ന് പുറകോട്ട് ചിന്തിച്ചാൽ 1000 ദിവസം കൊണ്ട് 65 ഇൻറ്റു 365 ദിവസങ്ങൾ ഭരിച്ചവരെക്കാൾ ചൈതന്യവത്തായിട്ട് ഭാരതത്തെ മാറ്റാൻ സാധിച്ചു എങ്കിൽ ഈ രാഷ്ട്രത്തോടും ഇവിടുത്തെ സംസ്കാരത്തോടും പ്രതിബദ്ധതയുള്ള ഒരു ഭരണം ഇവിടെ ഉള്ളത് കൊണ്ടാണ് ഏറ്റവും ചുവടറ്റം വരെ ഒരു സാധാരണക്കാരന് പോലും അടിമയല്ലാത്ത രീതിയിൽ ആധികാരികമായിട്ട് അമേരിക്കയോ മിഡിൽ ഈസ്റ്റിലേക്കോ പോകാനുള്ള വിസയും അല്ലെങ്കിൽ അനുവാദവുമെല്ലാം ലഭിക്കാനുണ്ടായ കാരണം വ്യക്തിയുടെ ക്വാളിറ്റി കൂടിയതല്ല, ഭരണത്തിൻ്റെയും ഭരിക്കുന്നവരുടെയും ക്വാളിറ്റി കൂടിയതാണ്. അതാണ് ഇന്നത്തെ ഭാരതം. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന വരി കേട്ടിട്ടുണ്ടാവും. ധർമ്മത്തിന് ഗ്ലാനി സംഭവിച്ച് ഭാരതത്തിൻ്റെ രക്തവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പച്ച ഇറ്റലിക്കാരി, പച്ച വിദേശിയായിട്ടുള്ള ഇറ്റലിക്കാരിയും വിദേശ ചിന്താധാരകൾ വെച്ച് പുലർത്തുന്ന സർവ്വതിനെയും നശിപ്പിക്കുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരും അവരുടെ ഭരണത്തിൽ നിന്ന് ഭാരതം ഒന്ന് മാറിയപ്പോൾ സംഭവിച്ചതാണിത്. നമ്മുടെ തലയിൽ കെട്ടിവെച്ചതാ ഇറ്റാലിയൻ മദാമയും മന്ദബുദ്ധിയായിട്ടുള്ള മകനും അതിനോട് ചേർന്ന മരുമകനും തരക്കേടില്ലാത്ത വിധത്തിൽ യോജിക്കാവുന്ന മകളും. അതിൽ നിന്ന് ഭാരതം രക്ഷപ്പെട്ടു. അതാണ് ഗോപാലകൃഷ്ണന് വിസ കിട്ടാൻ 8 മിനിറ്റ് മാത്രം നിൽക്കേണ്ടി വന്നത്. ഗോപാലകൃഷ്ണന് മാത്രമല്ല, അല്ലാത്തവർക്കും കിട്ടാൻ അത്രയേ വേണ്ടി വന്നുള്ളൂ എന്ന് ഞാൻ സന്തോഷത്തോടെ, ആത്മസംതൃപ്തിയോടുകൂടി, ആത്മാഭിമാനത്തോടുകൂടി അറിയിക്കുന്നു. പ്രണാമം, നമസ്കാരം.